ഹായ്, എല്ലാവർക്കും ഗൗരീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ നമുക്ക് വേണം. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലും ബട്ടറും ചേർക്കുന്നുണ്ട്. അപ്പം അതല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 6 ഏലക്ക, ഒരു 2-3 കഷ്ണം പട്ട, ഒരു 7-8 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, പെരുംജീരകവും പിന്നെ ഇത്തിരി നല്ല ജീരകവും ചേർക്കണം. അപ്പോൾ ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ബേ ലീഫ് നമുക്കൊന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ അതുകൂടി ഇതിനകത്ത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 2 സവാള, മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ടൊന്ന് വാടിക്കിട്ടട്ടെ. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ. ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരു ജാറിലേക്ക് 2 തക്കാളി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിക്കൊണ്ട് വരാം. ഇനി സവാള വാടിയതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർക്കാൻ ഉണ്ടെങ്കിൽ ചേർത്തോളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മന്തി മസാലയും കുരുമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ചിക്കൻ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ചിക്കനെ ബ്രസ്റ്റ് പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് മേളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അരപ്പൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേളിലേക്ക് ഒന്ന് എല്ലാം കോരിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇടയ്ക്കൊന്ന് തുറന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് തന്നെ പകുതി വേഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അരിയുടെ ചോറാണ്, മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം വേണം. അപ്പം ഈ ചിക്കനിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ബാക്കി പിന്നീട് ചേർക്കാം, ബാക്കിയുള്ള 3 കപ്പ് പിന്നീട് ചേർക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് ഇനിയിപ്പോൾ ഇത് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ചിരുന്നു. അപ്പോൾ ഇത് വെന്തോന്നൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റാം നമുക്ക്. ഇപ്പം മന്തി റൈസ് എന്ന് വെച്ചാൽ പ്ലെയിൻ റൈസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സവാളയൊക്കെ വഴട്ടാനിട്ടിരുന്ന എല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റണം.
മസാലയും എല്ലാം നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള 3 കപ്പ് വെള്ളവും കൂടി ചേർക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഡ്രൈ ലെമണും ഒരു 3 പച്ചമുളകും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇനി റൈസ് വേകാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് റൈസ് ചേർക്കാം. ഞാനിതിലേക്ക് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സാധാരണ മന്തി റൈസിന് സെല്ല റൈസാണ് എടുക്കേണ്ടത്. കുഴപ്പമില്ല, ബസ്മതി റൈസ് വെച്ചും നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, അതായത് കാശ്മീരി ചില്ലിയാണ്, പിന്നെ 1 ടീസ്പൂൺ ബട്ടർ. ഇത് ഇത്രയും ഞാൻ ചേർത്ത് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ്റെ മേളിലൊന്നും തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, മസാല ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ ഇത് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ പാനിൽ വെച്ചിട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൊരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോറ് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ചോറ് പാകത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. തങ്ങളിൽ ഒട്ടിപ്പിടിക്കാതെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് വലിയ കളറൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട്. ഓയിൽ മാത്രം ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ബട്ടറിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നല്ലപോലെ 2 വശവും ഒന്ന് മൊരിച്ചെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ നിന്നും സ്ലോയിൽ ഇട്ടിട്ട്, മീഡിയം ടു സ്ലോ ഇതിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് ഇരിക്കണമേ, എങ്കിലേ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ ഒന്ന് വെച്ചിട്ട് ഇതൊരു സ്മോക്ക്, അതിൽ സ്മോക്ക് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വെച്ചിട്ട് ചെറിയൊരു ബൗളിൽ നമുക്ക് കനൽ അതിൽ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല സ്മോക്ക് വരും. അപ്പോൾ അത് അടച്ചു വെച്ച് ഒരു സ്മോക്കി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഈ ചിക്കൻ വറുത്ത് വെച്ച കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതായത് ബട്ടർ എണ്ണയും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം പച്ചമുളകൊക്കെ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഈ കനലിലേക്ക് ഒഴിച്ചേക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് എണ്ണയല്ല. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3-4 മിനിറ്റ് ഇരുന്നാൽ മതി. ഒരുപാട് സ്മോക്കായാലും കൊള്ളൂല. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് ഈ കനൽ മാറ്റാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലൊരു പരന്ന വലിയ പാത്രത്തിലേക്കാണ് സാധാരണ മന്തി റൈസൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ടൊക്കെ ഒന്ന് അലങ്കരിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള അതിൻ്റെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ഓക്കെ, ടാറ്റാ.